സോ ഹായ് ഗൈസ്, ആമസോണിൻ്റെ സെയിലും പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിലും ഇപ്പോൾ ഈ മാസം എൻഡിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് സാംസങ്ങിൻ്റെ ഫോൺസ് സജസ്റ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഫോൺസ് അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കുക. പക്ഷേ ഞാൻ പറയുന്നത് മാത്രം കേൾക്കണ്ട, നിങ്ങൾ സ്വയമായിട്ട് റീസെർച്ച് ചെയ്തിട്ട് മാത്രം മേടിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഫോണുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾക്ക്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി F15. ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് 10,000 ആണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ 4GB റാം വേരിയൻ്റ് ഉണ്ട്, 6GB റാം വേരിയൻ്റ് ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണത് 6GB റാം വേരിയൻ്റ് ആണ്. കുറച്ച് ലോങ് ടേമിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 6GB റാം വേരിയൻ്റ് കൂടെ പോവുക. പിന്നെ പ്രൊസസ്സർ നോക്കുകയാണെന്ന് വെച്ചാൽ എക്സിനോസ് ഒന്നല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, മീഡിയ ടെക്കിൻ്റെ ഡയമസിറ്റി 6100+ പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 50 MP മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാമറ ക്വാളിറ്റി ഈ പ്രൈസിന് ഡീസൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് സൂപ്പർ ആംബിൽ 90 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 4 years ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആൻഡ് 5 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇഫ് യുവർ ബഡ്ജറ്റ് ഈസ് അണ്ടർ 10,000. ഇപ്പോൾ അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി M35. ഇത് ആമസോണിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ 20,000 ആണ്. പക്ഷേ ഈ ആമസോൺ സെയിലിൽ നിങ്ങൾക്ക് ബാങ്ക് ഓഫറൊക്കെ വെച്ചിട്ട് 15,000 ഉള്ളിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 15,000 മേലൊക്കെ ആണെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യേണ്ട. പക്ഷേ 15,000 കിട്ടുകയെന്ന് വെച്ചാൽ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങളൊരു ഹെവി ടാസ്ക് ചെയ്യുന്ന ഒരാളാണ്, അതേമാതിരി നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾക്ക് ബേസിക് ടാസ്ക് ചെയ്യുക അതിൽ ലാഗ് ഫ്രീ ആയിട്ട്, ലൈക്ക് ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് നടക്കുമതില്ല. പക്ഷേ ഗെയിമിങ്ങിനും ഹെവി ടാസ്കിനും പറ്റിയൊരു ഫോണല്ല. പിന്നെ നമുക്കിതിൽ അത്യാവശ്യം ഡീസൻ്റായ ക്യാമറയാണ് കിട്ടുന്നത് ഫോർ ദ പ്രൈസ്. പിന്നെ ക്യാമറയിൽ OIS ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലത്തെ പ്രൊസസ്സർ കൊടുത്തിരിക്കുന്നത് നോക്കുകയാണെന്ന് വെച്ചാൽ എക്സിനോസ് 1380 പ്രൊസസ്സറാണ്. അത് ലാസ്റ്റ് നമ്മുടെ സാംസങ് ഗാലക്സി A54 യൂസ് ചെയ്തിരുന്ന പ്രൊസസ്സറാണ് ഇപ്പോൾ സാംസങ് ഗാലക്സി M35 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നോർമൽ ടാസ്കിനൊക്കെ കുഴപ്പമില്ലാത്ത ഫോണാണ്, ഹെവി ടാസ്കിന് പറ്റിയൊരു ഫോണല്ല. പിന്നെ 4 years ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആൻഡ് 5 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ അടുത്ത ഫോൺ ഞാൻ പറയാൻ പോകുന്നത് സാംസങ് ഗാലക്സി F55. ആ ഫോൺ എനിക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ബിക്കോസ് ആ ഫോണിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ 26,000 ആണ് ഫ്ലിപ്കാർട്ടിൽ. പക്ഷേ ബിഗ് ബില്യൺ ഡേയ്സിൽ കാർഡ് ഓഫറൊക്കെ വെച്ചിട്ട് 21 ഇല്ലെങ്കിൽ 22,000 കിട്ടും. അപ്പോൾ ആ പ്രൈസിന് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് അത്ര ഫോൺ പോരാന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ബിക്കോസ് ക്യാമറ ക്വാളിറ്റി പോരാ ഫോണിൻ്റെ. അതേമാതിരി നമുക്ക് സ്നാപ്ഡ്രാഗൺ 7 Gen 1 പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു 2 വർഷം പഴയ ഒരു പ്രൊസസ്സറാണ്. പിന്നെ നന്നായിട്ട് ഹീറ്റിങ് ഇഷ്യൂ ഉണ്ട് അതിൽ. ഇപ്പോൾ നിങ്ങൾ ചൂട് കാലത്തൊക്കെ ഈ ഫോൺ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ക്യാമറ ഒക്കെ വലിയ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ക്യാമറ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അതേമാതിരി ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഇതിൽ കാണാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഇതിൽ നല്ല കാര്യങ്ങൾ പറയുകയെന്ന് വെച്ചാൽ നമുക്ക് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പിന്നെ 4 years ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആൻഡ് 5 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റഡ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. 21,000 കിട്ടുകയാണെങ്കിലും ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ട എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാംസങ്ങിൻ്റെ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഫോൺസ് ഇല്ല. എന്നാലും നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെങ്കിൽ M സീരീസ് അവോയ്ഡ് ചെയ്യുക, F സീരീസ് അവോയ്ഡ് ചെയ്യുക, A സീരീസ് അവോയ്ഡ് ചെയ്യുക. ഈ പ്രൈസ് റേഞ്ചിൽ ഞാൻ പറയുന്നത് 25,000 ഉള്ളിൽ. അപ്പോൾ നിങ്ങൾക്ക് 25,000 ഉള്ളിൽ സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെങ്കിൽ ഞാൻ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുക. ഒരു പഴയ ഫോണാണത്, സാംസങ് ഗാലക്സി S21 FE. പക്ഷേ ആ S21 FEയിൽ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നല്ല കാര്യങ്ങൾ പറയാം. നല്ല ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഫോർ ദ പ്രൈസ് നല്ലൊരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ IP60 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്, വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രോബാക്സ് പറയുകയെന്ന് വെച്ചാൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സറാണ് കിട്ടുന്നത്. സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സർ 4 വർഷം പഴയ പ്രൊസസ്സറാണ്. നിങ്ങൾക്ക് ഡെയിലി ടാസ്കൊക്കെ ചെയ്യാൻ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുഴപ്പം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നല്ല പവർ ഹംഗ്രി ആയ പ്രൊസസ്സറാണ്. അതുകൊണ്ട് ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ചെയ്യും ഈ ഫോണ്. അപ്പോൾ നിങ്ങളൊരു ആവറേജ് യൂസറാണെങ്കിൽ 1 ഓണോ 2 ഓണെങ്കിലും ഒരു ദിവസം 2 ഓണെങ്കിലും നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ക്യാമറയാണ്, പെർഫോമൻസ് അല്ല, ബാറ്ററി ലൈഫ് അല്ല, മെയിൻ പ്രയോറിറ്റി ക്യാമറ ആണെങ്കിൽ
ഞാനൊരു ഫോൺ റെക്കമെൻഡ് ചെയ്യാം വിച്ച് ഇസ് സാംസങ് ഗാലക്സി S23 FE. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ 34,000 സംതിങ് ആണ് ഇപ്പോൾ. പക്ഷേ ബിഗ് ബില്യൺ ഡേ സെയിലിൽ അല്ലെങ്കിൽ ആമസോൺ സെയിലിൽ 30,000 ഉള്ളിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഫോൺ. അപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. നമുക്കിതിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ലൈക്ക് സാംസങ് ഗാലക്സി S21 FEയിൽ പറഞ്ഞില്ലേ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഉണ്ട്. പിന്നെ അതേമാതിരി വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിലും ബാറ്ററി ബാക്കപ്പ് ഭയങ്കര കുറവാണ്. ഒരു 3.5 hours to 4 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് പ്രോസസ്സർ നോക്കുകയാണെന്ന് വെച്ചാൽ എക്സിനോസിൻ്റെ 2200 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 പ്രോസസ്സറിൻ്റെ അടുത്തെത്തും ഇതിൻ്റെ പവർ. പക്ഷേ അത്ര കോൺസ്റ്റൻ്റ് അല്ല. ലൈക്ക് നിങ്ങൾ ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് മേടിക്കുകയെന്ന് വെച്ചാൽ ഗെയിമിങ്ങിന് പറ്റിയൊരു ഫോണല്ല. പിന്നെ ഹെവി ടാസ്കൊക്കെ ചെയ്യാം നമുക്ക്. ലോങ് ടേമിൽ ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നം വരുള്ളൂ. പിന്നെ ക്യാമറ ക്വാളിറ്റി ആൻഡ് വീഡിയോ ക്വാളിറ്റി സൂപ്പർബാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ അത്ര നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി വേറെ ഒരു ഫോണിലും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ക്യാമറ മെയിൻ പ്രയോറിറ്റി ആണെങ്കിൽ S23 FE കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഫോൺ ഞാൻ 100% നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് സാംസങ് ഗാലക്സി S23. സാംസങ് ഗാലക്സി S23 ഞാൻ എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ്. ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ, ഡിസ്പ്ലേ ക്വാളിറ്റി ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എല്ലാം സൂപ്പർബാണ് ഈ ഫോണിൽ. ആയിക്കൂടി ചെറിയൊരു ഡ്രോബാക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. നമുക്കിവിടെ 3900 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. പക്ഷേ എൻ്റെ യൂസേജിൽ എനിക്ക് ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. സ്ക്രീൻ ഓൺ ടൈം പറയുകയെന്ന് വെച്ചാൽ 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അതേ സമയത്ത് സാംസങ് ഗാലക്സി S21 FEയിൽ 4500 mAh ബാറ്ററിയാണ്. എന്നിട്ടും എനിക്ക് ഒരു ദിവസം 2 ഓണെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ ഫോണിൽ. അപ്പോൾ സാംസങ് ഗാലക്സി S23യുടെ ബാറ്ററി ലൈഫും അത്യാവശ്യം ഡീസൻ്റ് ആണ്. നിങ്ങളൊരു രാവിലെ 7 മണിക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 10 മണി വരെയും ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ. പിന്നെ ക്യാമറ ക്വാളിറ്റിയൊക്കെ സൂപ്പർബാണ്. അപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് 100% ഞാൻ റെക്കമെൻഡ് ചെയ്യണം. ഇപ്പോൾ അടുത്ത ഫോൺ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടാൻ പോകുന്നത് സാംസങ് ഗാലക്സി S24. സാംസങ് ഗാലക്സി S24 ഞാൻ നിങ്ങളോട് മേടിക്കാൻ പറയില്ല. ബിക്കോസ് സാംസങ് ഗാലക്സി S24 വാല്യൂ ഫോർ മണി എനിക്ക് പേഴ്സണലി തോന്നില്ല. ആയിക്കൂടി നല്ല കാര്യം അത് നോക്കുകയെന്ന് വെച്ചാൽ 7 years ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു നല്ല കാര്യമില്ല ഇതിൽ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തൊരു ഫോണാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. നോർമൽ ടാസ്ക് ചെയ്യുമ്പോഴും ആ ഫോൺ ചെറുതായിട്ട് വാം ആവും. അതേമാതിരി നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ പ്രൊസസ്സർ കൊടുത്തിരിക്കുന്നത് എക്സിനോസ് 2400 ആണ് പ്രൊസസ്സർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലോങ് ടേമിൽ ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതിൻ്റെ പകരം നിങ്ങൾ സാംസങ് ഗാലക്സി S23യുടെ കൂടെ പോവുക. S23 നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഫോൺ കൺസിഡർ ചെയ്യാതിരിക്കുക. അതിൻ്റെ പകരം സാംസങ് ഗാലക്സി S23യുടെ കൂടെ പോവുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ റെക്കമെൻഡേഷൻസ് ഫ്രം 10,000 to 50,000. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.